നമ്മുടെ ബ്രഹ്മാണ്ടന്റെ ബ്രഹ്മാണ്ട അപരാധമായ താത്ത അപരാധം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രഹ്മാണ്ടന്റെ മറ്റൊരു ബ്രഹ്മാണ്ട അപരാധമാണ് ഗെയിം ചേഞ്ചർ. പടം എടുത്തത് 450 കോടിക്ക്. പണം എനിക്കൊരു പ്രശ്നമല്ല. കിട്ടിയത് 151 കോടി. അങ്ങനെ പടക്കടകുതാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. ഈ പടത്തിന്റെ കഥ എഴുതിയേക്കുന്നത് കാർത്തിക് സുബരാജാ. കാർത്തിക് സുബരാജ് ശങ്കറിന്റെ സിനിമകളുടെ കഥ എഴുതിയതിനെ ശങ്കറിന് കൊടുത്തു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഈ പടത്തിൽ നമ്മുടെ രാമൻകുട്ടി കോളേജുകാരനാണ്, ഇലക്ഷൻ കമ്മീഷണറാണ്, രാഷ്ട്രീയക്കാരനാണ്, IPS ഓഫീസറാണ്, കലക്ടറാണ്. ഇനി പ്ലംബറും കൂടിയാണെങ്കിൽ സെറ്റായേനെ. അതിൻ്റെ ഒരു കുറവുണ്ട്. ജയറാമേട്ടൻ ഈ പടത്തിലൊരു കോമാളിയാണ് ഗൈസ്. ഇതുപോലത്തെ ഒരു കോമാളി ക്യാരക്ടർ പിന്നെ നമ്മുടെ ബ്രഹ്മാണ്ട ശങ്കരേട്ടൻ്റെ കുറേ ഫാൻറ്റസീസ് ഉണ്ട്. നമ്മുടെ സുനിലണ്ണൻ ചെരിഞ്ഞ് നടക്കുള്ളൂ, കഴുത്ത് ചെരിഞ്ഞ് വയ്ക്കുള്ളൂ. അതേപോലത്തെ ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അത് ഓപ്പോസിറ്റ് സൈഡിൽ തല ചിരിച്ച് നടക്കുള്ളൂ. എൻ്റെ ശങ്കരേട്ടൻ ഇത് എന്ത് സാധനം അടിച്ചിട്ട് എഴുതിയേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ പടത്തിന്റെ കഥ എന്നിട്ടാന്ന് ചോദിച്ചാൽ കറപ്റ്റഡ് ആയവരെ കറക്റ്റ് ആക്കലാണ് ഈ പടത്തിന്റെ കഥ. നമ്മുടെ കളക്ടർ രാമൻകുട്ടിക്ക് ഓരോ ഹോബി ഉണ്ട് ഈ പടത്തില്. അരിക്കടയിൽ എലീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കട അങ്ങ് പൂട്ടിക്കും. കറപ്റ്റഡ് ആയ ഒരു ഓഫീസറിനെ വെല്ല ചൂണ്ടി പറപ്പിക്കും. ഒരു വലിയ മാളിന്റെ ഉള്ളിൽ ഫയർ എഞ്ചിൻ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ മാള് ഒരു 10 മിനിറ്റിനുള്ളിൽ അത് പൊട്ടിച്ച് കളയും. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. നമ്മുടെ രാമൻകുട്ടി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കലിപ്പനായിരുന്നു. പിന്നെ കയറേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ആ ചേച്ചീനെ നമ്മുടെ രാമൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കയറേച്ചിക്ക് കലിപ്പന്മാരെ ഇഷ്ടമല്ല. അപ്പോൾ ഇനി തല്ലൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാമെന്ന് പറയും. പിന്നെ നമ്മുടെ ശങ്കരേട്ടൻ്റെ വേറെ ഫാൻറ്റസീസ് ഒക്കെ ഉണ്ട്. ലവ് മീറ്റർ, ആംഗ്രി മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവരാധിക്കലുണ്ട്. പിന്നെ ശങ്കരേട്ടൻ ദേഷ്യം മാറാനായിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ശങ്കരേട്ടൻ 75 കോടി മുടക്കി കുറെ എന്തൊക്കെയോ സോങ്ങുകളൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ഷന് കള്ളൗട്ട് ചെയ്യാൻ വന്ന ആൾക്കാരുടെ വെല്ല് മൂപ്പര് ആസിഡ് ഒഴിച്ച് ചിക്കൻ ലോലിപ്പോപ്പ് പോലെയൊക്കെ ആക്കും. എന്തൊക്കെയോ ഹോബികളാണ്. പിന്നെ നമ്മുടെ ശങ്കരേട്ടൻ ഈ ഡ്രോണൊക്കെ വെച്ച് കാട്ടി കൂട്ടലുണ്ട് എൻ്റെ പൊന്നു മോനെ. പിന്നെ അവസാനം JCB ഒക്കെ വെച്ചിട്ടൊരു കൊല ഫൈറ്റാ, JCB ഫൈറ്റ്. ഓഹ്, ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സീൻ ഈ പടത്തിലുണ്ട്. എന്നിട്ടാന്ന് വെച്ചാൽ SJ സൂര്യ പൈസ വെള്ളത്തിലേക്ക് എടുത്തെറിയുന്നത്. അതന്നെ എനിക്കും പറയാനുള്ളൂ, പൈസ വെള്ളത്തിലായി. ചേട്ടാ അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.